സഖാക്കളെ രക്ഷിക്കാൻ സതീശൻ തടയിട്ട് ചെന്നിത്തല. CMRL മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. അതിനുശേഷം അവർക്കെതിരായി അതിക്രമം നടന്നു. വ്യാപകമായ അതിക്രമമാണ് നടന്നത്. ഏതാണ്ട് 300ഓളം പേരാണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരിക്കുക എന്നാണ്. ഇവർ തമ്മിലുള്ള ഡീലിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇവയാണ്. 2 തരത്തിലെ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന് EDയെ ആക്രമിച്ച കേസ്, 2 പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള കേസ്. EDയെ ആക്രമിച്ച കേസ് വളരെ ഗുരുതരമാണ്. അതിൽ 25 പേരാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കാതെ റിമാൻഡിൽ കഴിയുന്നത്. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുമെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 25 പേരും ജാമ്യം ലഭിക്കാതെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അവർക്ക് എന്ന് ജാമ്യം ലഭിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. നേരത്തെ EDയെ ആക്രമിച്ച കേസിൽ പല കേസുകളിലും പ്രതികൾ ഒരു കാരണവശാലും പുറത്തു വരാത്ത രീതിയിലുള്ള നിയമ നടപടികളാണ് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണം, കൊൽക്കത്തയിൽ EDയെ ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. അതിൽ പലർക്കും ഇപ്പോഴും ജാമ്യം ലഭിച്ചിട്ടില്ല. 2004 ആ സംഭവം ഉണ്ടായത്. 2 വർഷം പിന്നിട്ടിട്ടും അവരിൽ പലർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവർക്കും ജാമ്യം ലഭിക്കാതെ അകത്ത് തന്നെ സ്ഥിരമായി കിടക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമതായി ഉയരുന്നത്. അതായത് 2 തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ 2 തരത്തിലെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ EDയെ ആക്രമിച്ച കേസ്. അത് വളരെ ഗുരുതരമാണ്. അതിൽ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കും, വധശ്രമം നിലനിൽക്കും, അതേപോലെ തന്നെ സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യം നിലനിൽക്കും, സായുധ കലാപം എന്നുള്ള വകുപ്പ് നിലനിൽക്കും. അങ്ങനെ ഗുരുതരമായ വകുപ്പുകളാണ് EDയെ ആക്രമിച്ച കേസിൽ രജിസ്റ്റർ ചെയ്യുക. ഇനി രണ്ടാമത്, പോലീസിനെ ആക്രമിച്ചു എന്നുള്ള മറ്റൊരു FIR ആണ് പോലീസ് ഇട്ടിരിക്കുന്നത്. ഇതിലാണ് നേതാക്കന്മാർ വന്നുപെടുന്നത്. അവിടെയാണ് പിണറായി വിജയൻ സതീശൻ ഡീൽ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആ സമയത്ത് സമുന്നതരായിട്ടുള്ള CPMന്റെ നേതാക്കൾ സ്ഥലത്തുണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. മാത്രമല്ല, മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻമന്ത്രി V ശിവൻകുട്ടി, V ജോയി MLA, VK പ്രശാന്ത് മുൻ MLA, മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ, CPMന്റെ ജില്ലയിലെ സമുന്നത നേതാക്കളായ ആനാവൂർ നാഗപ്പനടങ്ങിയ വലിയ ഒരു ടീം തന്നെ, ഒരു നേതാക്കളടക്കം തന്നെ EDയെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് ഈ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന രണ്ടാമത്തെ FIRലേക്ക് അവരെ കയറ്റുന്നത്. ഒരു പക്ഷേ പോലീസിനെ അതിക്രമിച്ചു എന്നുള്ള ഈ കേസിലേക്ക് ഇവരെ ചേർത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണമായി, കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജയ് വിമലിന് എതിരായിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് EDയെ ആക്രമിച്ചു എന്നുള്ള കുറ്റമല്ല, മറിച്ച് ഈ ഡീലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കുറ്റമാണ് വിജയ് വിമലിന് മേൽ ചുമത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസിനെ ആക്രമിച്ച കേസിൽ ഇവർ രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അന്ന് പോലീസ് വളരെ നിഷ്ക്രിയമായിരുന്നു. പോലീസ് EDയെ ആക്രമിക്കുമ്പോൾ മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ സഖാക്കൾ ആക്രമണം അഴിച്ചുവിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കാണാം. പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. അവിടെ ഉള്ളത് EDയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിലേക്കാണ് ഒരുപക്ഷെ ഇനിയും പിടിയിലാകാനുള്ള ഈ നേതാക്കൾ ഉൾപ്പെടുക. കടകംപള്ളി സുരേന്ദ്രനോ ശിവൻകുട്ടിയോ VK പ്രശാന്തോ V ജോയിയോ ആര്യ രാജേന്ദ്രനോ അടക്കമുള്ളവരാരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന ആ വകുപ്പിലേക്ക് ഇവരെ ചേർക്കും. അപ്പോൾ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന വകുപ്പ് അവിടെ നിലനിൽക്കില്ല. കാരണം പോലീസുകാരെ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള പറയുന്ന ആ ഒരു വകുപ്പ് നിലനിൽക്കുന്നത്? പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പ് അവിടെ നിലനിൽക്കില്ല. കാരണം യഥാർത്ഥത്തിൽ അവിടെ പോലീസുകാരെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡിജിറ്റൽ തെളിവുകളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട അണികളെ, പാവപ്പെട്ട സഖാക്കളെ
ഈ പറയുന്ന ED ആക്രമിച്ചു എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹ വകുപ്പുകളടങ്ങുന്ന ഈ ഒരു FIR-ലേക്കാണ് അവരെ കൊണ്ടുചെന്ന് ഇട്ടിരിക്കുന്നത്. മറ്റേ FIR ആകട്ടെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന വളരെ പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിയുന്ന തെളിവുകൾ ഇല്ലാത്ത തെളിവുകളുടെ അഭാവം അവിടെ കൃത്യമായിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുണ്ടെങ്കിൽ പോലും അവിടെ പോലീസിനെ കായികമായി ആക്രമിക്കുന്നതൊന്നും അവിടെ ദൃശ്യങ്ങളിലില്ല. അതുകൊണ്ട് നേതാക്കൾ ഈ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു കേസിലേക്ക് പെടുകയും അവർ വളരെ വേഗം ജാമ്യം നേടി ഈ കേസിൽ നിന്ന് തടിയൂരി പോവുകയും ചെയ്യും. പക്ഷേ ഈ അണികൾ ED ആക്രമിച്ചു എന്ന് പറയുന്ന 25 പേരും ഇപ്പോൾ പുറം ലോകം കാണാതെ കിടക്കുകയാണ്. അതിലെ CPM-ന്റെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനു അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ തന്നെ പുറം ലോകം കാണാനാവാതെ കിടക്കുകയാണ്. 5 പേരാണ് ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയത്. 5 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. കാരണം രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിയത്. അതുകൊണ്ട് ഈ ED ആക്രമിച്ച കേസിൽ പിന്നെ പ്രതി ചേർത്ത് കിടക്കുന്ന സഖാക്കൾ ഇനി എന്ന് പുറത്തു വരുമെന്ന് അറിയില്ല. കൽക്കത്തയിലെ പോലെ വർഷങ്ങളായിട്ട് അവർ ഒരുപക്ഷെ കിടന്നു വരും എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ പോലീസ് അന്വേഷണത്തിൽ EDക്ക് തൃപ്തിയില്ല. കാരണം ഇത്തരത്തിൽ 2 തരത്തിലെ FIR ഇട്ടുകൊണ്ട് നേതാക്കളെ രക്ഷിക്കുന്ന ഒരു FIR-ഉം മറ്റ് സാധാരണ പ്രവർത്തകരെ അണികളെ കൊടുക്കുന്ന മറ്റൊരു FIR-ഉം. യഥാർത്ഥത്തിൽ നേതാക്കൾ ആഹ്വാനം ചെയ്യാതെ അണികളോട് എത്തില്ല. അതായത് രാവിലെ വീണ വിജയന് മേൽ ED കുരുക്കുമുറുക്കിയപ്പോൾ, അവിടെ റെയ്ഡ് നടത്തിയപ്പോൾ വളരെ കുറവ് പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ വലിയൊരു ജനക്കൂട്ടം, അവിടെ വലിയൊരു CPM വൃന്ദം തന്നെ അവിടെ ബേക്കറി ജംഗ്ഷൻ തടിച്ചുകൂടി. അത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമില്ലാതെ അങ്ങനെ വരില്ല. അവർ ആറ്റിങ്ങലിൽ നിന്ന് വരുന്നവരാണ്, ദൂരസ്ഥലത്തു നിന്ന് തിരുവനന്തപുരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഒരു ആസൂത്രിതമായ ഒരു നീക്കം EDക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തിനുണ്ട് എന്നാണ് ED വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു ഡീൽ എന്ന് പറയുന്ന ഈ സതീശനും പിണറായിയും തമ്മിൽ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഡീൽ, 2 തരത്തിലെ FIR ഇടുന്ന ഈ ഡീൽ EDക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ED ഈ കേസിൽ പങ്കുചേരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം. ഇത്തരമൊരു ഡീൽ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും സതീശനും തമ്മിൽ 2 തരത്തിലെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഡീൽ പുറത്തു വന്നതോടുകൂടി രമേശ് ചെന്നിത്തല അവിടെ ഇടപെട്ടു. ആഭ്യന്തരമന്ത്രി ഇടപെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. കന്റോൺമെന്റ് AC ആയിട്ടുള്ള അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘത്തിനാണ് ആഭ്യന്തര വകുപ്പ് ഈ കേസിൻ്റെ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിണറായി സതീശൻ ഡീൽ പൊളിയുമോ എന്നുള്ള ആശങ്കയിലാണ് അവർക്ക് 2 പേർക്കും. കാരണം ഈ പുതിയ അന്വേഷണ സംഘം വരുന്നതോടുകൂടി പഴയ അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു നടപടികൾക്ക് അപ്രസക്തമായി പോകും. നടപടികൾ പ്രസക്തിയില്ലാതായി മാറും. അവർ പുതിയ FIR ഇടുകയും ഈ 300 പേരടങ്ങുന്ന ഈ സംഘത്തിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ പ്രതി ചേർക്കണം, ഈ CPM നേതാക്കൾ നൽകുന്ന കുറിപ്പടിക്കനുസരിച്ച് പ്രതികളെ ചേർക്കുന്ന നിലപാട് മാറ്റിക്കൊണ്ട് കർശനമായ നടപടി എടുക്കാനാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇന്നലെ DGP-യാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ 2 തരത്തിലെ രജിസ്ട്രേഷൻ, കേസിൽ നടക്കുന്ന 2 തരത്തിലെ FIR ഇടുന്ന പരിപാടി ഈ രമേശ് ചെന്നിത്തല തടയിട്ടിരിക്കുകയാണ്. അതിന് പുതിയ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു ഡീലിന് തടയിട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഇനി അഥവാ ഈ പുതിയ ടീം വന്ന് അന്വേഷിച്ച് അതിലും തൃപ്തിയില്ല എങ്കിൽ ED ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ടുകൾ കൈമാറിക്കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള NIA പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഈ SITയുടെ നടപടികളും അവരുടെ അന്വേഷണവും തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായും NIA ഈ കേസെടുക്കും. അതോടുകൂടി തന്നെ വലിയ അളവിൽ സഖാക്കൾ പ്രതി ചേർക്കപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊല്ലം ഏരിയ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പിണറായി വിജയന് എതിരായിരുന്നു ഇത്തരമൊരു സംഘടിതമായിട്ടുള്ള ആക്രമണമെങ്കിൽ അതിനെ പാർട്ടി എന്ത് വില കൊടുത്തും ന്യായീകരിക്കുമായിരുന്നു. കാരണം അദ്ദേഹം പോൾ ബ്യൂറോ മെമ്പറാണ്, 2 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഏതാണ്ട് 26 വർഷത്തോളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായും പാർട്ടി സെക്രട്ടറിയായും ഇരുന്ന ആളാണ്. ഇപ്പോൾ നിലവിൽ PB മെമ്പറാണ്, പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് എതിരായിട്ടല്ല EDക്കെതിരെ
സഖാക്കൾ രംഗത്തിറങ്ങിയത് എന്നാണ് കൊല്ലം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. മറിച്ച് CPM-മായി യാതൊരു പുലബന്ധം പോലുമില്ലാത്ത വീണയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട സഖാക്കളെ കുരുതി കൊടുത്തിരിക്കുന്നത് എന്നാണ് കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ വിമർശനം. അതായത് SFI-ലോ DYFI-ലോ CPM-ലോ പ്രവർത്തിച്ച് യാതൊരു പരിചയവുമില്ലാത്ത വീണ വിജയന് വേണ്ടി എന്തിനാണ് സഖാക്കൾ ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കൊല്ലം ഏരിയ കമ്മിറ്റി ചോദിച്ച ആ ചോദ്യം എല്ലാ സഖാക്കളുടെയും മനസ്സിൽ ഒരു ചോദ്യമായി സ്വയം ഉദിക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അതിക്രമം തങ്ങൾ നടത്തിയത്? പിണറായി വിജയന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അതിലൊരു യുക്തിയുണ്ട്, അതിലൊരു ന്യായമുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയന്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തങ്ങളെ ആസൂത്രിതമായി നേതൃത്വം കുടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സഖാക്കൾ പറയുന്നത്. ആ വാദം തന്നെയാണ് സഖാക്കൾക്കിടയിൽ ഒരു പൊതുവികാരമായി രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും VD സതീശന്റെയും പിണറായി വിജയന്റെയും ഈ ഡീലിനെ തകർത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പുതിയ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ നടപടിയും തൃപ്തികരമല്ല എങ്കിൽ എത്രയും വേഗം NIA ഈ കേസ് ഏറ്റെടുക്കുമെന്നാണ് സൂചന. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.